മണ്ണും വളവും രോഗപ്രതിരോധ മാർഗങ്ങളും കൂടാതെ അനുകൂല കാലാവസ്ഥയിൽ വെള്ളത്തിന്റെ സഹായത്താൽ മാത്രം വിത്ത് മുളപ്പിച്ച് സസ്യജാലങ്ങളെ വളർത്തുന്ന കാർഷിക രീതിയാണ് ഹൈഡ്രോപോണിക്സ് കൃഷി. കാർഷിക മേഖലയിലെ സ്ഥലപരിമിതിയാൽ ഗ്രീൻ ഹൌസ് ഫാമിംഗിന് പ്രാരംഭം കുറിച്ച ഇസ്രായേൽ തന്നെയാണ് ഹൈഡ്രോപോണിക്സ് കൃഷി രീതിക്കും തുടക്കമിട്ടത്. കാനഡ, ചൈന, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ കാർഷിക രീതി അവലംബിച്ചു പോരുന്നു. ഹൈഡ്രോപോണിക്സ് കൃഷി ഇന്ത്യയിലേക്ക് എത്തിയിട്ട് കേവലം 10 വർഷം മാത്രം. തീറ്റപ്പുൽ വളർത്തിയെടുത്തായിരുന്നു 2 വർഷം മുമ്പ് കേരളത്തിൽ ഈ കൃഷിരീതി ആരംഭിച്ചത്. സംസ്ഥാന ഡയറി ഡെവലപ്മെന്റ് ബോർഡിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച ശ്രീ ടോണി മൈക്കിൾ 2012 ജനുവരിയിൽ പാലായ്ക്കടുത്തുള്ള ഭരണങ്ങാനത്ത് ആരംഭിച്ച ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ കൃഷി വിജയകരമായ ഒരു സംരംഭമായി മാറുകയായിരുന്നു. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാണ്. വാട്ടർ വർക്കിംഗ്, വെള്ളത്താൽ വളരുക. ഇതിന്റെ അടിസ്ഥാന പ്രമാണം എല്ലാ വിത്തും അനുകൂല കാലാവസ്ഥ കിട്ടിയാൽ ഒരു ക്ലിപ്തമായ ദിവസം വരെ വളരാനുള്ള ഊർജം വിത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ വെള്ളം കൊടുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 2012 ഞങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഓർഗാനിക് മിൽക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേയേറെ പരീക്ഷണങ്ങൾ നടത്തി പശുക്കൾക്ക് ഹൈഡ്രോപോണിക്സ് രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പുല്ലും വൈക്കോലും മാത്രം കൊടുത്ത് വളർത്തുക. നല്ല ക്വാളിറ്റിയുള്ള പാല് കിട്ടുന്നുണ്ട്. ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയിലെ പ്രധാന സാങ്കേതിക സംവിധാനം ജെർമിനേഷൻ ചേംബറാണ്. 10 അടി ഉയരമുള്ള ജെർമിനേഷൻ ചേംബറിന് 9 അടി നീളവും 5 അടി വീതിയുമുണ്ട്. അലുമിനിയത്തിൽ തീർത്ത 7 റാക്കുകൾ ചേംബറിനുള്ളിൽ നിശ്ചിത അകലമിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. ഫൈബർ ഗ്ലാസിൽ തീർത്ത ഇരട്ട ഭിത്തികളും വാതിലുകളും ചേംബറിനുണ്ട്. ഈർപ്പവും ചൂടും വായുവും വെളിച്ചവും അടങ്ങുന്ന ചേംബറിലെ ഊഷ്മാവ് നിയന്ത്രിക്കാനുള്ള ഓട്ടോമാറ്റിക് കൺട്രോൾ പാനൽ, ലൈറ്റ് സെൻസേഴ്സ്, ചേംബറിലേക്ക് മിസ്റ്റ് സ്പ്രേ ചെയ്യാനുള്ള ജലസംവിധാനം എന്നിവ അനുബന്ധ ക്രമീകരണങ്ങളാണ്. ഈ മെഷീന് 3 പാർട്സാണ് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജെർമിനേഷൻ ചേംബറാണ്. 10 അടി ഉയരവും 9 അടി നീളവും 5 അടി വീതിയുമുള്ള ജെർമിനേഷൻ ചേംബർ. അതിനുള്ളിലാണ് മെയ്സ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. ഈ ചേംബറിനകത്ത് 84 ട്രേ ഉള്ള ഒരു റാക്കുണ്ട്. ആ ട്രേയിൽ ഒരു ദിവസം 12 ട്രേ വെച്ചാണ് ലോഡ് ചെയ്യുന്നത്. 12 ട്രേ വെച്ച് എടുക്കുന്നത്, ഹാർവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഹ്യൂമിഡിഫയറാണ്. ഇതിനകത്ത് മെയ്സ് വളരുന്നതിനാവശ്യമായ ഈർപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഹ്യൂമിഡിഫയർ. മൂന്നാമത്തത് ഇതിന്റെ കൺട്രോൾ പാനലാണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഇതിനകത്ത് കാലാവസ്ഥയെല്ലാം നിയന്ത്രിക്കുന്നത് കൺട്രോൾ പാനലാണ്. വെള്ളം മിസ്റ്റ് സ്പ്രേ ചെയ്യുന്നത്, ലൈറ്റ് കത്തിക്കുന്നത്, ഹ്യൂമിഡിഫയറിന്റെ ഹ്യൂമിഡിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്, ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത് എല്ലാം ഈ കൺട്രോൾ പാനലാണ്. ഒരു ദിവസം ഇതിന് 5 തുടങ്ങി 7 യൂണിറ്റ് വരെ വൈദ്യുതി ആവശ്യമാണ്. ഇപ്പോൾ ഏതാണ്ട് 8 ലക്ഷം രൂപയോളാകും ഇതിന്. ഈ ഒരു മെഷീൻ, ഇതിനെക്കാട്ടി ചെറിയ മെഷീനുണ്ട്. ഈ കമ്പനി തന്നെ ചെറിയ മെഷീൻ ഇറക്കിയിട്ടുണ്ട്. 75 കിലോ ഉള്ള മെഷീനുണ്ട്. 5 ലക്ഷം രൂപയാവത്തുള്ളത്. ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ കൃഷിക്കുള്ള വിത്തായി ഉപയോഗിക്കുന്നത് മക്കച്ചോളമാണ്. ഒരു ട്രേയിലേക്ക് 2 കിലോഗ്രാം എന്ന കണക്കിൽ മക്കച്ചോളം എടുത്ത് ശുദ്ധജലത്തിൽ 4 മണിക്കൂർ നേരം കുതിർത്ത ശേഷം ട്രേകളിൽ നിരത്തുന്നു. തുടർന്ന് ട്രേകൾ ജെർമിനേഷൻ ചേംബറിലേക്ക് എത്തിച്ച് ചേംബറിന്റെ മുകളിലെ റാക്കിൽ ട്രേകൾ നിരത്തിവെക്കുന്നു. ഒരു റാക്കിൽ 12 ട്രേകൾ വയ്ക്കാനാകും. അങ്ങനെ 7 റാക്കുകളിലായി 84 ട്രേകൾ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. മക്കച്ചോള വിത്ത് കിളിർത്ത് പൂർണ്ണ വളർച്ചയെത്താൻ വേണ്ട സമയം 7 ദിവസമാണ്. ആദ്യ ദിവസം പിന്നിടവേ വിത്ത് മുളയ്ക്കുകയും മുളച്ച 12 ട്രേകളും തൊട്ടു താഴെയുള്ള റാക്കിലേക്ക് മാറ്റുകയും
ആദ്യ റാക്കിൽ വീണ്ടും കുതിർത്ത മക്കച്ചോള വിത്തുകൾ നിരത്തിയ ട്രേകൾ അടുക്കുകയും ചെയ്യുന്നു. വളർച്ചയുടെ 7 ദിവസങ്ങളിലും കൺട്രോൾ പാനൽ വഴി ചേംബറിലെ ഈർപ്പവും താപനിലയും നിയന്ത്രിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ചേംബറിനുള്ളിൽ ഫാനുകളും ഇലക്ട്രിക് ലൈറ്റുകളും പ്രവർത്തിക്കുന്നു. ഇതുമൂലം പുല്ലിന്റെ വളർച്ച പരമാവധി വേഗത്തിലാകുന്നു. സൂര്യപ്രകാശം ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ചേംബറിൽ വൈദ്യുതി വെളിച്ചം ഉപയോഗിക്കുക. ദിവസം 5 തവണ മിസ്റ്റ് സ്പ്രേ ചെയ്ത് ഈർപ്പാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു. ഒരു ദിവസം 250 ലിറ്റർ വെള്ളം മാത്രമാണ് ചേംബറിലേക്ക് വേണ്ടിവരിക. ഈ ജലം റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്നത് മൂലം വെള്ളത്തിനാവശ്യമായ ചെലവ് താരതമ്യേന വളരെ കുറവ് തന്നെ. 7-ാം ദിവസം ചേംബറിലെ താഴത്തെ നിലയിലുള്ള റാക്കിൽ വെച്ചിരിക്കുന്ന ട്രേകളിൽ തീറ്റപ്പുല്ല് പൂർണ്ണ വളർച്ചയെത്തിയ നിലയിലായിരിക്കും. മുകളിലെ മറ്റ് 6 റാക്കുകളിൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പിന്നിടുന്നവയുമായിരിക്കും. വളർച്ചയുടെ സമാപന ഘട്ടമായ 7-ാം ദിനത്തിൽ 100 മുതൽ 125 കിലോഗ്രാം വരെ തീറ്റപ്പുൽ ചേംബറിൽ നിന്ന് ലഭിക്കുന്നു. മണ്ണോ വളങ്ങളോ കീടനാശിനികളോ ഇല്ലാത്ത ഈ ഇളം പുല്ല് കാലികൾക്ക് ഏറെ പഥ്യം തന്നെ. ഇലയും കാണ്ഡവും വേരുകളുമടക്കം ഭക്ഷ്യയോഗ്യവുമാകുന്നു. മറ്റ് യാതൊരുവിധ സാന്ദ്രീകൃത കാലിത്തീറ്റകളും കാലികൾക്ക് നൽകേണ്ടതില്ല. എന്നാൽ ഇത് ഇളം പുല്ലായതിനാൽ ദഹനപ്രക്രിയയുടെ ഭാഗമായുള്ള അയവെട്ടലിനായി നാരിന്റെ അംശമുള്ള വൈക്കോൽ നിശ്ചിത അളവിൽ നൽകുന്നത് പശുക്കളുടെ പാലുൽപാദനത്തിന് സഹായകരമാണ്. ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ ആഹരിച്ച് പശുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ പോഷക സമൃദ്ധിയിൽ ഏറെ മുന്നിലാണെന്ന് സംസ്ഥാന ഡയറി ഡെവലപ്മെന്റ് വിഭാഗത്തിന്റെ മൂല്യനിർണ്ണയം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഹൈഡ്രോപോണിക്സ് ഫോഡർ കൊടുത്താൽ കാലിത്തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. പാലിന് ഫാറ്റും SNF എല്ലാം കൂടുതലാണ്, അളവും കൂടുതലാണ്. അളവ് കാര്യമായി കൂടുതലില്ലെങ്കിലും ഇവിടെ നമുക്ക് 1 ലിറ്ററോളം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മളിവിടെ ഇപ്പോൾ വളർത്തുന്ന പശുക്കൾക്ക് 20 കിലോ കൊടുക്കുന്നുണ്ട്. 2 ട്രേ, ഒരു ദിവസം രാവിലെ 1 ട്രേ, ഉച്ച കഴിഞ്ഞ് 1 ട്രേയുമാണ് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ വൈക്കോലാണ് കൊടുക്കുന്നത്. 4 കിലോ വീതം വൈക്കോൽ കൊടുക്കുന്നുണ്ട്. വൈക്കോൽ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ടെൻഡർ ഷൂട്ട്സ് ആയതുകൊണ്ട് ഇതിന് നാരിന്റെ അംശം കുറവാണ്. ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും നാര് വളരെ കുറവാണ്. നാര് വളരെ കുറവായതുകൊണ്ട് വൈക്കോൽ സപ്ലിമെന്റ് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അയവെട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. സാധാരണയുള്ള തീറ്റപ്പുൽ കൃഷിക്ക് 1/2 ഏക്കർ ആവശ്യമായി വരുമ്പോൾ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ കേവലം 7 ചതുരശ്ര അടി മാത്രം മതിയാകും. 3 ഏക്കറിൽ നിന്നും സാധാരണ കൃഷിയിൽ 35 മുതൽ 40 ടൺ വരെ ഉൽപാദനം ലഭിക്കുമ്പോൾ 37 മുതൽ 44 ടൺ വരെയാണ് ഹൈഡ്രോപോണിക് കൃഷിയിൽ നിന്നും ലഭിക്കുക. ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ നൽകിയുള്ള പാലുൽപാദനത്തിന് 1 ലിറ്ററിന് 20 രൂപ ചെലവാകുന്നു എന്നാണ് കണക്ക്. ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ച് ജൈവകൃഷി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് വിതരണം നടത്തുന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സൊസൈറ്റിയാണ് മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് ആഗോസ് എന്ന ചെറിയ പേരിൽ അറിയപ്പെടുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ജൈവ പാൽ വിതരണം ആരംഭിക്കുകയാണ്. ഈ ഡയറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോപോണിക് മെഷീനിലുള്ള കാലിത്തീറ്റ കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പാലിന്റെ വിതരണം ആരംഭിക്കുന്നതാണ്. പാലുൽപാദന മേഖല കേവലം വിപണന സാധ്യത മാത്രം ലക്ഷ്യമിടാതെ ആരോഗ്യപ്രദായകമായ ഒരു സംരംഭമായി കാണുകയാണെങ്കിൽ സംശുദ്ധമായ ഒരു ക്ഷീരധാരയ്ക്ക് ഹൈഡ്രോപോണിക്സ് കൃഷിരീതി പ്രേരകമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.